സമ്പന്നനായിരിക്കുന്നവന്റെ വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞു. ഒരിക്കലും അദ്ദേഹം ഒരു മർത്തോമ സഭാ വിശ്വാസിയാണ്. അദ്ദേഹം എന്താണ് കോടാനുകോടി രൂപയുടെ സമ്പത്തുള്ളവരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനും അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു 100 കോടിയുടെ ആസ്തിയെങ്കിലും ഇപ്പോൾ എനിക്ക് തിട്ടപ്പെട്ടില്ല, ഏറ്റവും കുറഞ്ഞതുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ഒരു സന്തോഷവുമില്ല, വീട്ടിൽ ഒരു സമാധാനവുമില്ല. തന്റെ ഏകപുത്രൻ പോലും തന്നെ കൊല്ലുവാൻ വട്ടം കൂട്ടുന്നു, താൻ തന്റെ മകനെ കൊല്ലുവാൻ വട്ടം കൂട്ടുന്നു. ഇതൊക്കെയുമായിട്ടും ആ വീട്ടിൽ സമാധാനമില്ലാതെ വെള്ളത്തിന് പകരം കള്ള് കുടിച്ച് നശിച്ച് ആ വീട്ടിൽ കയറി ഞാൻ സുവിശേഷം പറഞ്ഞപ്പോഴേ ആ അപ്പനോ മകനോ രക്ഷപ്പെടണമെന്നല്ല, ആ അമ്മച്ചി വന്ന് എന്റെ ആ പ്രസംഗത്തിന്റെ ഇടയിൽ കയറി പറയാണ്, ഞങ്ങളെ അങ്ങ് ദൈവം അങ്ങ് അനുഗ്രഹിച്ച് ഉപദേശിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് ദൈവം അനുഗ്രഹിച്ചത്? അപ്പോൾ അവരുടെ ഈ ഇടിഞ്ഞു പോകുന്ന വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട പൊടിഞ്ഞു പോകുന്ന അവരുടെ കാഴ്ചകൾ എനിക്ക് കാണിച്ചത്. ഈ കൊട്ടാരങ്ങള്, അവരുടെ വീടുകള്, ടിപ്പറുകള്, പിന്നെ പാറമടകൾ, ഇതെല്ലാം കാണിച്ചു തന്നു. ഞാൻ ചിരിച്ചിട്ട് അവരോട് അല്പം ദേഷ്യത്തോട് പറഞ്ഞു, അമ്മച്ചി ഇതെല്ലാം ഒഴുകിപ്പോകുന്ന അനുഗ്രഹങ്ങൾ, ഇതല്ല ദൈവത്തിന്റെ അനുഗ്രഹം. ഞാൻ ചോദിച്ചു, സമാധാനമുണ്ടോ? അമ്മച്ചി മിണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് പാപമോചനം കിട്ടിയോ? അമ്മച്ചി മിണ്ടിയില്ല. പ്രിയപ്പെട്ട, കണ്ണുകൊണ്ട് കാണുന്ന ഈ കല്ലിനെ മണ്ണിനെ നോക്കി നിങ്ങൾ പ്രശംസിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ ഇത് വിട്ടുപോകുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകും? അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കണം.